ഹോംലി ഫുഡായിട്ട് നമുക്ക് കിട്ടും. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആഹാരം കഴിച്ചാൽ വയറിനൊക്കെ നല്ല സുഖമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. പ്രത്യേകിച്ച് നീറ്റ്നെസ്സാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് വൃത്തിയായിട്ട് നമുക്ക് ഭക്ഷണം കിട്ടും. വയറിന് വലിയ കേടൊന്നുമില്ല. ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം 2 മാസമൊക്കെ കഴിക്കാറുണ്ട്. ഞാനധികവും ദോശ, ഇഡ്ഡലി, അതുപോലെ ഊണ്, ബിരിയാണി ഇടയ്ക്ക് കഴിക്കും. വീട്ടിൽ തന്നെ ആകുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കും. മുകളിൽ എഴുതിയത് കണ്ടില്ലേ, നാടൻ ഫുഡ്, നല്ല വാഴയിലയിൽ ഒരു സദ്യ പോലെ പായസമൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു നാടൻ ഊണ് കഴിക്കാൻ പറ്റും. ഇലയിലെ ഭക്ഷണം കൊടുക്കണം. ഇലയിൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇലയിൽ തന്നെ കൊടുക്കുന്നത്. കഴിച്ചു പോകുന്നവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. നമ്മോട് പറയുമ്പോൾ നമുക്കതൊരു സംതൃപ്തിയല്ലേ. ടോട്ടൽ ഫീൽഡിൽ മൊത്തം ഒരു 35 വർഷത്തിൻ്റെ മേലെയായിരുന്നു. ചെറുപ്പം മുതലേ നമ്മൾ ഈ ഒരു മേഖലയിലാണ്. ഫുഡിൻ്റെ ഫീൽഡ്. അതെ അതെ, അച്ഛനായിട്ട് തന്നെ അതിൽ ആണ്. ഊണിൻ്റെ ഒപ്പം നമ്മൾ കൂട്ട്, ഉപ്പേരി, അച്ചാർ, പുളിയഞ്ചി, പപ്പടം, രസം, മോരുകറി, മീൻകറി, സാമ്പാർ ഐറ്റങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പായസം, പാലട. ലൊക്കേഷൻ അവിടെ കറക്റ്റ് പാലക്കാട് ജില്ല, ശ്രീശ്വരം, ചന്തപ്പുര. ശ്രീശ്വരത്തെ ഏറ്റവും നല്ല ഫുഡാണ് ഇവിടുന്ന്. മിക്കവാറും ഞാൻ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം. നമുക്കൊരു ഹോട്ടലിൽ പോയൊരു പ്രതീതി ഇല്ല. നമുക്കൊരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എപ്പോഴും കിട്ടുന്നത്. ചില സമയത്ത് ഞായറാഴ്ച ഉണ്ടാവാറില്ല, അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. നല്ല മീൻകറി, അടിപൊളി ഗ്രേവി ടൈപ്പ് ചിക്കൻ കറി. അല്ല, നമ്മുടെ മെയിൻ സാധനം ഇഞ്ചിപ്പുളി. പുളിയിഞ്ചി എന്ന് പറയും, ഇഞ്ചിപ്പുളി എന്ന് പറയും. ഏതായാലും അല്ല, ഞാൻ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. എല്ലാം ഒന്നിനൊന്നും വെക്കാം. അടുത്ത് മാങ്ങാച്ചാറ്. എന്താ പറയുക, അത് വറ്റിച്ച മീൻകറി. അത് പൊളിച്ചിട്ടോ. എല്ലാം ഒരു സാധനം കൂടി ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ്റെ വക സ്പെഷ്യൽ അടിപൊളി പായസം. അടപ്രഥമല്ലേ സൂപ്പർ. ഈ ഊണിൻ്റെ കഥ ഇവിടെ തീരുകയാണ്. ശ്രീകൃഷ്ണപുരം വഴിക്ക് പോകുന്നവർ ശ്രീകൃഷ്ണപുരം ടൗണിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ. നാടൻ ഭക്ഷണം അത് തന്നെയാണ് ബോർഡും. നമസ്കാരം ഗൈസ്. ഓക്കെ, ഗുഡ്.